വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു ചെമ്മീൻ മുളകിട്ടത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകിട്ട് ചെറിയുള്ളി കുറച്ച് അധികം തന്നെ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ചെറിയുള്ളി മാത്രം ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം ഒരു സവാള എടുക്കാവുന്നതാണ്. 4-5 കാന്താരിയും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 10 വെളുത്തുള്ളി അല്ലി ചതച്ചതും കൂടി ഇട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റിയെടുക്കുക. ഒന്ന് ബ്രൗൺ കളറായി വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് പുളി ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കാം. വേറൊരു പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. നല്ല ബ്രൗൺ കളറായി സോട്ടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് മിക്സ് ചെയ്ത് വെച്ച മസാലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പൊടികൾ കരിഞ്ഞു പോകാതിരിക്കാനാണ് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഇട്ടേക്കുന്നത്. പൊടികളെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ ഇനി അതിലേക്ക് ഒരു 2 തക്കാളി സ്ലൈസ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ സോക്ക് ചെയ്ത് വെച്ച പുളി നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതുവരെ നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ഇനി പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അത്യാവശ്യം വലുതായിട്ടുള്ള 1/2 കിലോ ചെമ്മീനാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെമ്മീൻ ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നല്ല തിക്ക് ഗ്രേവി പോലെയാണ് വേണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട, ജസ്റ്റ് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചാൽ മതി. ഞാനിവിടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കുക ചെയ്യുന്നത്. 2 to 3 മിനിറ്റ്സ് കൊണ്ട് തന്നെ ചെമ്മീൻ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചെമ്മീൻ മുളകിട്ടത് എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല നെയ്ച്ചോറിൻ്റെ കൂടെ ആയാലും പൊറോട്ടയുടെ കൂടെ ആയാലും ഇനിയിപ്പോൾ ഇടിയപ്പം ആയാലും എന്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.